ഹായ്, വെൽക്കം ടു GK ഡാഡീസ് കിച്ചൺ. നമുക്കിന്ന് ഡാൽ കറി ഉണ്ടാക്കാം. 3 തരം ഡാൽ എടുത്തിട്ടുണ്ട്. 1 സാമ്പാർ ഡാൽ, 1 പരിപ്പ് ഡാൽ, പിന്നെ വേറെ ഒരെണ്ണം കൂടെ എടുത്തിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ പേരറിയില്ല കേട്ടോ. പിന്നെ നമുക്ക് വേണ്ട 2 സവാള വേണം, 1 ഉരുളക്കിഴങ്ങ്, 1.5 തക്കാളി, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി ചെറുതായി സ്ലൈസ് ആക്കിയത്, 3 പച്ചമുളക്. ഇതെല്ലാം നമുക്കിട്ട് പ്രഷർ കുക്കറിനകത്ത് വേവിക്കാം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പിടാം. ഉപ്പിട്ട ശേഷം മഞ്ഞൾപ്പൊടി ഇടാവുന്നതാണ്. ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ബാക്കി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ഉരുളക്കിഴങ്ങ്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി ചേർക്കാവുന്നതാണ്. നമുക്ക് ഇച്ചിരി കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. കരിവേപ്പിലയൊക്കെ ഇട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് ഒരു 4 വിസിൽ വരെ കേൾക്കുന്നവരെ നമുക്ക് ഇത് വേവിക്കാവുന്നതാണ്. നമുക്കിനി സോസേജ് വട്ടത്തിൽ അരിഞ്ഞെടുക്കുക. എന്നിട്ട് അതിനകത്ത് സ്വല്പം ഉപ്പ് ചേർക്കുക, അതിനകത്ത് സ്വല്പം കുരുമുളക് പൊടി ചേർക്കുക, കുറച്ച് മല്ലിപ്പൊടി ചേർക്കുക, കുറച്ച് മുളക് പൊടി ചേർത്ത് ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇത് നമ്മൾ വെന്ത് കഴിയുമ്പോൾ നമ്മുടെ ഡാലിനകത്ത് മിക്സ് ചെയ്യാൻ വേണ്ടിയാണ്. ഇത് നമ്മൾ നല്ലപോലെ പുരട്ടിയിട്ട് നമുക്കിത് വറുത്തെടുക്കണം. നമുക്ക് സ്വല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് സോസേജ് ചേർക്കാവുന്നതാണ്. സോസേജ് ചേർത്ത് നല്ലപോലെ നമുക്കിത് വറുത്തെടുക്കാം. നല്ലപോലെ വറുത്തെടുത്ത ശേഷം നമുക്ക് ഇത് ഡാലിൻ്റെ കൂടെ ചേർക്കാവുന്നതാണ്. ഡാൽ മാത്രമായിട്ട് ഇഷ്ടമല്ലാത്തവർക്ക് നമുക്കിതുപോലെ ഒക്കെ ചെയ്ത് നമുക്ക് കഴിക്കാവുന്നതാണ്. ഇത് ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. നമുക്ക് സോസേജ് നല്ലപോലെ നമ്മൾ ഇളക്കി കൊടുക്കേണ്ടതാണ്. നമ്മുടെ സോസേജ് ഇപ്പം വെന്ത് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് പ്രഷർ കഴിയുമ്പോൾ നമ്മുടെ ഡാൽ ഇതിനകത്തോട്ട് ഒഴിക്കാവുന്നതാണ്. നമ്മുടെ ഡാൽ വെന്തിട്ടുണ്ട്. നമുക്കിനിയും നമ്മുടെ സോസേജ് ഇതിനകത്തോട്ട് ഇടാവുന്നതാണ്. നല്ലപോലെ യോജിപ്പിക്കുക. ചെറിയ രീതിയിൽ തീ വെക്കേണ്ട, സ്റ്റൗ ഉണക്കേണ്ട, ചെറിയ ഫ്ലെയിമിൽ വെക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത് ഒരു സാധനം കൂടെ ചേർക്കാനുണ്ട്. നമുക്ക് അടുത്തതായിട്ട് നമുക്ക് പാലക്ക് ചേർക്കേണ്ടതാണ്. പാലക്കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കുക. പാലക്ക് ചേർത്ത് നല്ലപോലെ ഇളക്കേണ്ടതാണ്. നമ്മൾ ഡാൽ മാത്രമല്ല, പാലക്ക്, സോസേജ് എല്ലാം കൂടെ ചേർത്താണ് ഇത് ചെയ്യുന്നത്. അത് കഴിക്കാൻ നല്ലതാണ്. ഇതിന് ശേഷം നമുക്ക് സ്വല്പം മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. സ്വല്പം ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിനി കടുക് വറക്കണം. കടുക് വറക്കിട്ട് ഒഴിച്ചിട്ട് ഇത് ഒരു ചെറിയ പ്രഷർ കുക്കറിൽ അടച്ച് വെച്ച് സ്വല്പം ഒന്ന് വേവിച്ച് വെച്ചേക്കുക. നമുക്ക് കടുക് വറുക്കാൻ വേണ്ടി എണ്ണ കഴിക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഇഞ്ചി നമുക്ക് കടുകിട്ട് കൊടുക്കാവുന്നതാണ്. കുറച്ച് വറ്റൽമുളക് ഇടാം. അതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കടുക് വറുക്കാനുള്ളത് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് ഡാലിൻ്റെ കൂടെ ചേർക്കാവുന്നതാണ്. നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. നമ്മുടെ സ്വാദിഷ്ടമായ ഡാൽ കറി റെഡിയായിട്ടുണ്ട്. നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാവുന്നതാണ്. എങ്ങനെയുണ്ട് ഡാൽ? സൂപ്പർ.